നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് മഹാരാഷ്ട്രയിൽ അറസ്റ്റിലായ വൈദികർക്ക് ജാമ്യം. മലയാളി വൈദികൻ സുധീർ, ഭാര്യ ജാസ്മിൻ അടക്കമുള്ളവർക്കാണ് ജാമ്യം ലഭിച്ചത്. നാഗ്പൂരിലെ ഷിങ്കോഡിയിൽ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത മലയാളി വൈദികൻ സുധീർ, ഭാര്യ ജാസ്മിൻ അടക്കം 11 പേർക്കും ജാമ്യം. വറൂഡ് സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. BNS സെക്ഷൻ 299 അടക്കമുള്ള വകുപ്പുകൾ പ്രകാരമായിരുന്നു കേസ്. ക്രിസ്മസ് പുതുവർഷ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ബജ്രംഗദൾ പ്രവർത്തകർ മതപരിവർത്തനം ആരോപിക്കുകയായിരുന്നു. പിന്നാലെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു. ഇവരെ പുറത്തിറക്കാൻ പോലീസ് സ്റ്റേഷനിലെത്തിയ 3 പേരെയും അറസ്റ്റ് ചെയ്തു. നടപടിക്കെതിരെ അതിരൂക്ഷ ഭാഷയിലാണ് ക്രൈസ്തവ സഭകൾ പ്രതികരിച്ചത്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിശബ്ദത അക്രമികളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് CSI സഭ വിമർശിച്ചു. ഈ നിസ്സഹായരായ വൈദികരെയും വിശ്വാസികളെയും ആക്രമിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അപലപനീയമാണ്. സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും ഭാഗത്തു നിന്ന് അനുകൂലമായ പ്രതികരണം, ക്രിയാത്മകമായ പ്രതികരണം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച ജമ്മുവിലെ RS പുരയിൽ മലയാളി പാസ്റ്റർ ബേബി ജേക്കബിനും കുടുംബത്തിനും നേർക്ക് BJP ആക്രമണമുണ്ടായി. ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങളിൽ പ്രധാനമന്ത്രി മൗനം വെടിയണമെന്ന് A. റഹീം MP ആവശ്യപ്പെട്ടു. വൈദികരെ അറസ്റ്റ് ചെയ്തതിൽ അടിയന്തരമായ ഇടപെടൽ ആവശ്യപ്പെട്ട് കൊടിക്കുന്നിൽ സുരേഷ് MP മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന് കത്തയച്ചു. റിപ്പോർട്ടർ, ദില്ലി. മഹാരാഷ്ട്രയിൽ മലയാളി വൈദികനെ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം ദൗർഭാഗ്യകരമായ നടപടിയാണെന്ന് അമരവിള CSI വൈദികൻ റവറൻ ജോൺ വില്യം പറഞ്ഞു. ആശങ്ക അറിയിച്ച ഓർത്തഡോക്സ് സഭയും രംഗത്തെത്തി. കുടുംബവും ആശങ്ക പ്രകടിപ്പിച്ചു. 5 വർഷമായി വൈദിക ജോലി ചെയ്യുന്ന സുധീറിനും കുടുംബത്തിനും നേരെ നടന്ന ആക്രമണത്തിൽ സുധീറിന്റെ കുടുംബം കടുത്ത ആശങ്കയിലാണ്. നാഗ്പൂരിൽ വന്നിട്ട് 5 വർഷമായി. 5 വർഷമായിട്ട് അവർ കുടുംബമായിട്ട് അവിടെ തന്നെയാണ്. അവിടുത്തെ നമ്മൾ പ്രെയർ ഗ്രൂപ്പ് വഴിയൊക്കെയാണ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി എന്നുള്ള കാര്യം അറിഞ്ഞത്. വേറെ കൃത്യമായി നമുക്കൊന്നും അറിയില്ല. സംഭവത്തെ ദക്ഷിണ കേരള മഹാ ഇടവക അപലപിച്ചു. ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകുന്നത് അനുവദിക്കാനാകില്ലെന്നാണ് ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവയുടെ പ്രതികരണം. ക്രിസ്തീയ വിശ്വാസികൾക്കും അവരുടെ ആരാധനകൾക്കും എതിരായി നടത്തുന്നതായ ആക്രമണങ്ങൾ ഏറ്റവും അപലപനീയമാണ്. അത്യന്തം അസ്വസ്ഥത ഉളവാക്കുന്ന സംഭവമെന്നാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എക്സ് പോസ്റ്റിലൂടെ പ്രതികരിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.